ഗ്രാമീണ പ്രണയം ആധാരമായ പ്രണയ നോവൽ നാമ്പെടുക്കുന്ന പ്രണയം രണ്ടാം ഭാഗത്തിൻ്റെ ഓഡിയോ ആവിഷ്കാരം. രചനയും അവതരണവും ഇമ്മാനുവൽ. അവർ രണ്ടുപേരും വേഗം തന്നെ ക്ലാസ്സിലേക്ക് കയറി. സോജനും കൂട്ടുകാരും പിന്നാലെ വരുന്നതേയുള്ളൂ. വൈകിച്ചെന്നാൽ അത്ര കുറച്ച് സമയം ക്ലാസ്സിലിരുന്നാൽ മതിയല്ലോ. എന്നാലും മണിയടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരും ക്ലാസ്സിലേക്ക് എത്തി. അടുത്ത മണിക്കൂർ ഹിസ്റ്ററിയാണ് ക്ലാസ്. സിൽവിക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുന്ന ഒരു വിഷയമാണത്. അതുകൊണ്ട് ഹിസ്റ്ററിയോട് ചെറിയ ഒരു താല്പര്യവുമുണ്ട്. ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് ഹരിദാസ് സാറാണ്. സാറിനെ കുട്ടികൾ വിളിക്കുന്നത് ഹെറഡോട്ടസ് എന്നാണ്. ക്ലാസ്സിൽ വന്നാൽ പലതവണ ചരിത്രത്തിൻ്റെ പിതാവായ ഹെറഡോട്ടസിൻ്റെ പേര് പറയും. അതുകൊണ്ട് അതിൽ നിന്നും എടുത്തതാണ് സാറിനുള്ള കുറ്റപ്പേര്. കാഴ്ചയിൽ സുന്ദരനാണ് ഹരിദാസ് സാർ. പെൺകുട്ടികൾക്ക് സാറിനെ പ്രത്യേകം ഇഷ്ടമാണ്. എന്നാൽ ആൺകുട്ടികൾക്ക് വിരോധമില്ല താനും. നന്നായി വസ്ത്രധാരണം ചെയ്ത് ക്ലാസ്സിലെത്തിയിരുന്ന അദ്ദേഹം അധ്യാപനത്തിൻ്റെ കാര്യത്തിലും മിടുക്കനായിരുന്നു. കുറ്റപ്പേര് വിളിക്കുമെങ്കിലും കുട്ടികൾക്കെല്ലാവർക്കും തന്നെ സാറിനോട് സ്നേഹമായിരുന്നു. അടുത്തതായി വരാനുള്ളത് നമ്മുടെ പൊളിയനാണ്. ആ പേര് കേട്ടിട്ട് ആശങ്കപ്പെടുകയൊന്നും വേണ്ട. ഒരു അധ്യാപകന് കുട്ടികൾ കൊടുത്തിരിക്കുന്ന കുറ്റപ്പേരാണത്. രാഷ്ട്രമീമാംസ എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന പൊളിറ്റിക്സ് ആണ് അടുത്ത ക്ലാസ്. പൊളിറ്റിക്സ് എടുക്കുന്നത് ഉപേന്ദ്രൻ സാറാണ്. അദ്ദേഹം വളരെ സ്മാർട്ടായി വേഷം ധരിച്ച ഒരു യുവാവാണ്. ക്ലാസ്സിൽ വന്ന് എല്ലാവരെയും അഭിവാദനം ചെയ്ത് വളരെ മനോഹരമായി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഉപേന്ദ്രൻ സാർ. പൊളിറ്റിക്സ് പഠിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ കുട്ടികൾ വിളിക്കുന്ന കുറ്റപ്പേര് പൊളിയൻ എന്നാണ്. കുറ്റപ്പേരങ്ങനെയാണെങ്കിലും ക്ലാസ് അടിപൊളിയാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടവുമാണ്. അദ്ദേഹം വന്ന് 1 മണിക്കൂർ ക്ലാസ് എടുത്ത് തിരിച്ചുപോയി. അപ്പോഴേക്കും ഉച്ചയൂണിനുള്ള മണി അടിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കൂർ ക്ലാസ്സുണ്ട്. ഉച്ചയൂണിനായി സിൽവിയും ജാസ്മിനും കൂട്ടുകാരികളും ഊണ് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഊണ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം 1:30 പിന്നെ അധിക സമയം നിൽക്കാതെ പ്രാഥമിക ആവശ്യങ്ങൾ കഴിഞ്ഞ് കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് പോന്നു. പിന്നീടുള്ള 2 മണിക്കൂറിൽ 1 മണിക്കൂർ ഫ്രീ ആയിരുന്നു. അടുത്ത മണിക്കൂർ ക്ലാസ്സിന് വന്നത് ജോൺ സാറാണ്. അല്പം പ്രായമായ ആളാണ് അദ്ദേഹം. ഏകദേശം 40 വയസ്സുണ്ടാവും. ചെറുതായി കഷണ്ടി കയറിയ അദ്ദേഹത്തെ കുട്ടികൾ കഷണ്ടി സാർ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം എടുക്കുന്ന വിഷയം സോഷ്യോളജിയാണ്. താരതമ്യേന രസകരമല്ലാത്ത വിഷയമാണെങ്കിലും ജോൺ സാർ അത് പരമാവധി മനോഹരമായി പഠിപ്പിക്കാറുണ്ട്. കുട്ടികൾ അത് രസിക്കാറുമുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽ ഒരു കന്യാസ്ത്രീയാണ്. സ്കൂളിലെ കാര്യങ്ങളെല്ലാം വളരെ കർശനമാണ്. പഠനത്തിൽ പിന്നോട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ സിസ്റ്റർക്ക് ദേഷ്യമാണ്. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയൊരുങ്ങി വരുന്നത് എന്ന ഒരു ഭാവം മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടാവും. അത്യാവശ്യമായ നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് നൽകാനായി ഓരോ ക്ലാസ്സിലും സ്പീക്കർ വെച്ചിട്ടുണ്ട്. സിസ്റ്റർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ തന്നെ ഓഫീസിലിരുന്ന് എല്ലാവരെയും അറിയിക്കുകയാണ് സാധാരണ അവരുടെ രീതി. സിസ്റ്ററുടെ പേര് റൊസാന എന്നാണ്. സ്കൂളിൻ്റെ മാനേജർ മാത്യു അച്ഛനാണ്. താരതമ്യേന ശുദ്ധനായ ഒരു മനുഷ്യൻ. ആരോടും ദേഷ്യപ്പെടാത്തതും എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം ഇടപെടുന്നതുമായ നല്ല ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം അച്ഛനെ വലിയ കാര്യമാണ്. സിസ്റ്ററിൻ്റെ അടുത്തു നിന്നും എന്തെങ്കിലും തരത്തിൽ ദേഷ്യപ്പെടൽ കേൾക്കേണ്ടി വന്നവർ പോലും അച്ഛൻ്റെ നല്ല പെരുമാറ്റത്തിന് മുന്നിൽ ശാന്തരാകും. അതാണ് അച്ഛൻ്റെ വ്യക്തിപ്രഭാവം.
ക്ലാസ്സുകൾ കഴിഞ്ഞ് 4 മണിയോടുകൂടി സ്കൂൾ ബസ്സിൽ തന്നെ അവരെല്ലാവരും പുല്ലരിയിലേക്ക് മടങ്ങിപ്പോന്നു. പുല്ലരിയിലെത്തുമ്പോൾ നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴക്കാലം ആരംഭിച്ചിട്ടില്ല, എങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇടിയോടുകൂടിയ മഴയാണ് അന്ന് പെയ്തത്. കാറ്റും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ശാന്തമായി പെയ്യുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ മഴക്കാലമായിരിക്കും എന്നതിൻ്റെ സൂചനയാണ് ഈ സാമ്പിൾ വെടിക്കെട്ട് എന്ന് തോന്നുന്നു. എന്തായാലും കുട്ടികൾ നനയാതെ വീട്ടിൽ വന്ന് കയറി. സാറാമ്മ കുട്ടികൾക്ക് കഴിക്കാൻ വടയും ചായയും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പച്ചൻ വന്ന് ചായ കഴിച്ചേച്ച് നേരത്തെ പോയി. കുട്ടികൾ വന്നപ്പോഴേക്കും ചായ തണുത്തു തുടങ്ങി. എങ്കിലും അവരത് വലിച്ചു കുടിച്ചു, വടയും തിന്നു. അങ്ങനെ ഒരു ദിവസം കൂടി സ്കൂളിൽ പോയി വന്നു. സിൽവി, ചായ കഴിച്ചേച്ച് വേഗം വേഷം മാറി വാ, നമുക്ക് അത്യാവശ്യമായി ചില പണിയുണ്ട്. സ്കൂളിൽ പോകുന്ന പിള്ളേരെ കൊണ്ട് വീട്ടിൽ പണിയെടുപ്പിക്കാൻ പാടില്ലാത്തതാണ്. ബാലവേല നിരോധിച്ചതാണ്. അങ്ങനെയാണെങ്കിലേ സ്കൂളിൽ പോകുന്ന പിള്ളേർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും പാടില്ലാത്തതാണ്. വേണ്ടവർ ഭക്ഷണം സ്വയം ഉണ്ടാക്കി കഴിച്ചോണം. ഇങ്ങനെ തട്ടാമുട്ടി വർത്തമാനം പറഞ്ഞാൽ എന്തു ചെയ്യും? പാവപ്പെട്ട മക്കൾ എങ്ങനെ ജീവിച്ചു പോകും? ഞങ്ങളുടെ കാര്യം ആകെ കഷ്ടമാണേ. അതുതന്നെയാടി എനിക്കും പറയാനുള്ളത്. ഇങ്ങനെ പറഞ്ഞാൽ പാവപ്പെട്ട മാതാപിതാക്കൾ എന്തു ചെയ്യും? എങ്ങനെ ജീവിച്ചു പോകും? തർക്കം മതിയാക്കി വന്ന് തുണി അലക്കാൻ കൂടടി പെണ്ണെ. മെഷീനിലിട്ടതാ, ഊരിപ്പിഴിയാൻ കൂടിയാൽ മതിയെന്ന്. കുറച്ചുനേരം സിൽവി അമ്മയുടെ കൂടെ തുണി ഊരിപ്പിഴിയാൻ കൂടി. പറയുമ്പോൾ അത് കേട്ട് ഇച്ചിരി നേരം പോയി കൂടിയാൽ തന്നെ അമ്മയ്ക്കത് വലിയ കാര്യമാണെന്ന് സിൽവിക്കറിയാം. അതിനുശേഷം പഠിക്കാൻ പോകാൻ അനുവാദവും കിട്ടും. അവൾ വിചാരിച്ച പോലെ തന്നെ ഇച്ചിരി നേരത്തിന് ശേഷം പഠിക്കാൻ പുസ്തകങ്ങളുമായി മുറിയിലേക്ക് കയറി. സാമ്പത്തിക ശാസ്ത്രം ഒഴികെ ബാക്കി എല്ലാ വിഷയങ്ങളും അന്ന് പഠിപ്പിച്ചത് ഒരു തവണ കൂടി വായിച്ച് ഉറപ്പാക്കി. സാമ്പത്തിക ശാസ്ത്രം മാത്രം എത്ര വായിച്ചാലും മനസ്സിലാകുന്നുമില്ല, തലയിൽ കയറുന്നുമില്ല. എന്തു ചെയ്യും? ചാച്ചൻ വരുമ്പോൾ പറഞ്ഞാൽ ഒരു ട്യൂഷൻ ശരിയാക്കി കിട്ടുമോ ആവോ? പറഞ്ഞു നോക്കണം. കടയടച്ച് 8 മണിയോടുകൂടി അപ്പച്ചൻ വീട്ടിൽ വന്നു. കുളി കഴിഞ്ഞ് എല്ലാവരും കൂടി സന്ധ്യാപ്രാർത്ഥന ചൊല്ലി. അതിനുശേഷം അത്താഴവും കഴിഞ്ഞ് TV കാണാനിരുന്ന സമയത്ത് സിൽവി സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അപ്പച്ചനോട് പറഞ്ഞു. എങ്ങനെ നോക്കിയിട്ടും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ട്യൂഷൻ എടുക്കാൻ ആരെയെങ്കിലും ആക്കി തന്നാൽ പഠിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ തോറ്റുപോകും, തീർച്ചയാണ്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഇവിടെ എവിടുന്നാണ് ട്യൂഷൻ എടുക്കേണ്ടത്? എനിക്കറിയില്ലല്ലോ മോളെ. ട്യൂഷൻ എടുക്കുന്ന ആരെയും എനിക്കറിയില്ല. നാളെ കടയിൽ വരുന്നവരോട് ഇക്കാര്യം ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഞാൻ ശ്രമിക്കാടി. നീ വിഷമിക്കണ്ടെന്നേ. തോറ്റുപോകുകയൊന്നുമില്ല കേട്ടോ. എന്നാൽ ഞാൻ പോയി വായിക്കട്ടെ ചാച്ചാ. നീ പോയി സാറാമ്മയെ കുറച്ച് സഹായിക്കടി പെണ്ണെ. പാത്രങ്ങൾ കഴുകി വെച്ച് അവളും കൂടെ വരട്ടെ. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് സിൽവി പോയി പാത്രം കഴുകുവാൻ അമ്മച്ചിയോടൊപ്പം അല്പസമയം കൂടി. TV-യിലെ വാർത്തയും കുട്ടികളുടെ പാട്ടുപരിപാടിയും കണ്ടതിന് ശേഷം അവർ ഉറങ്ങാൻ പോയി. അന്നേരം അവിടുന്നാണ് അപ്പച്ചൻ സാറാമ്മയോട് ചോദിച്ചത്. എടി പെണ്ണെ, ഇനി നമ്മുടെ സിൽവിയെ കൂടുതൽ പഠിപ്പിക്കണമോ അതോ കെട്ടിച്ചു വിട്ടാൽ മതിയോ? എന്താ നിൻ്റെ മനസ്സിലിരിപ്പ്? അവൾ കുറച്ചും കൂടി പഠിക്കട്ടെ ചായ. കൊച്ചല്ലേ കെട്ടിക്കാൻ. 2-3 കൊല്ലം കൂടി കഴിയട്ടെ. അവൾക്കും പഠിക്കാൻ ആഗ്രഹമാണെന്ന് തോന്നുന്നു. എന്നിട്ടാണോ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ കഴിയുന്നില്ല, ട്യൂഷൻ വേണം എന്നൊക്കെ പറയുന്നത്? അവൾക്ക് തനിയെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നതല്ലേ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെ ട്യൂഷന് വേണ്ടി ആക്കി കൊടുക്കുന്നേ.
കുറച്ച് പൈസ കൊടുക്കണം, അല്ലാതെ എന്ത് ചെയ്യാനാ? ശരി, നാളെ ഞാൻ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇപ്പോൾ ആരെയും എനിക്ക് ഓർമ്മ വരുന്നില്ല. സാറാമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവരുടെ ക്വാർട്ടേഴ്സിൽ ഒഴിവായി കിടന്നതിൽ നിന്ന് വെട്ടം കാണുന്നു. ഇന്നലെ വരെ ഇല്ലായിരുന്നത് ഇന്ന് കാണുമ്പോൾ പിന്നെ കാരണം തിരക്കണ്ടേ? നമ്മുടെ ആ ഒഴിവായി കിടന്ന ക്വാർട്ടേഴ്സിൽ താമസക്കാർ വന്നോ ഇച്ചായ? അവിടുന്ന് ലൈറ്റ് കാണുന്നുണ്ടല്ലോ. വില്ലേജ് ഓഫീസിൽ പുതിയതായി വന്ന അസിസ്റ്റൻ്റാ. ഇന്ന് വന്ന് താമസം തുടങ്ങിയതാ. നിന്നോട് പറയാനിരുന്നതാ, മറന്നുപോയി പെണ്ണേ. ഇപ്പോൾ അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മ അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞു. ഏതായാലും ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കിടക്കാതെ പറ്റിയല്ലോ. അയാൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ? അതേന്നാ പറഞ്ഞത്. അപ്പൻ നേരത്തെ മരിച്ചു പോയതാണ്. എല്ലാം കൂടെ ഒരുമിച്ചറിയണ്ടല്ലോ. വർത്തമാനം നിർത്തി നീ ഇങ്ങ് വാന്നേ. കെട്ടിയോൻ്റെ പൂതി മനസ്സിലാക്കിയ സാറാമ്മ അല്പം ഒരു വെയിറ്റിട്ടു. പറയുന്നതിന് മുൻപേ മനസ്സിലായതാണ്. എന്നാലും പറയുമ്പോഴേ അങ്ങോട്ട് ചെന്നാൽ എങ്ങനെയാ? അധിക നേരം കാത്തു നിർത്തി ദേഷ്യം പിടിപ്പിക്കാനും പാടില്ലല്ലോ. അങ്ങേര് അർഹതപ്പെട്ടത് ആഗ്രഹിക്കുമ്പോൾ നിഷേധിക്കാൻ പാടില്ലല്ലോ. അധികം വൈകാതെ തന്നെ സാറാമ്മ അപ്പച്ചൻ്റെ അടുത്തേക്ക് ചെന്നു. ഒരു പ്രത്യേക ശബ്ദത്തിൽ വിളിക്കുമ്പോൾ സാറാമ്മയ്ക്കിപ്പോഴും ചെറിയ നാണമാണ്. സാറാമ്മ അടുത്തു വന്നതേ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അപ്പച്ചൻ പുതപ്പിനുള്ളിലേക്ക് കയറി. അതവരുടെ പതിവാണ്. സാറാമ്മയുടെ മനസ്സിൽ പുതിയ ഒരാശയം മുള പൊട്ടി വളരാൻ തുടങ്ങി. എന്തായിരിക്കുമോ ആവൂ ആ പുതിയ ആശയം? അടുത്ത ഭാഗത്തിൽ നമുക്കറിയാം കേട്ടോ. അറിയാവുന്നതുപോലെയും കഴിയുന്നതുപോലെയും ഒക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് കുറവുകളൊക്കെ കാണും. ക്ഷമിക്കുമെന്ന് കരുതുന്നു. കുറവുകൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിലൊന്ന് കുറിച്ചേക്കണേ. നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു. ലൈക്കും ഷെയറുമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കേ.